നമസ്കാരം. ഭരണം തുടങ്ങി ഒരു മാസം കഴിഞ്ഞെങ്കിലും ഭരിക്കാൻ കഴിയാതെ സതീശൻ സർക്കാർ. മിക്ക സീനിയർ പോസ്റ്റുകളിലും ഇടതുപക്ഷക്കാരാണ്. ഇവരെ ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഭരണവും മെല്ലെപ്പോക്കിലാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതു ഭരണമുണ്ടാക്കിയ ആഘാതം മുഖ്യമന്ത്രിയായപ്പോഴാണ് സതീശന് മനസ്സിലാവുന്നത്. ഇടതുപക്ഷക്കാരെ കസേരകളിൽ നിന്ന് മാറ്റി UDF അനുകൂലികളെ കുത്തിനിറയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരിക്കാനും കഴിയുന്നില്ല. ഉത്തരവുകൾ പലതും നടപ്പിലാക്കപ്പെടുന്നില്ല. ഫയലുകൾക്കാണെങ്കിൽ ഒച്ചിഴയും വേഗതയും. എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന ആലോചന ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ശക്തവുമാണ്. ഇടത് അനുകൂലികളെ മാറ്റണമെങ്കിൽ UDF അനുകൂലികൾ വേണം. ഇത്തരം ഉദ്യോഗസ്ഥർ നിലവിൽ കിട്ടാക്കനിയായ സാഹചര്യമാണ്. ഇടത് തുടർ ഭരണത്തിൽ സീനിയർ ഉദ്യോഗസ്ഥർ മിക്കവരും സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. ഇവരിൽ ഭൂരിപക്ഷവും വിരമിക്കുകയും ചെയ്തു. കസേരകളിൽ യോജിച്ചവരെ ഇരുത്താൻ ആളില്ലാത്ത വിചിത്രമായ അവസ്ഥയും. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങി ആഭ്യന്തരമന്ത്രി പദവിയിൽ രമേശ് ചെന്നിത്തല ശോഭിക്കുമ്പോഴാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിചിത്രമായ അവസ്ഥ മുഖ്യമന്ത്രി നേരിടുന്നത്. ചെന്നിത്തലയെ പോലെ മുൻപ് മന്ത്രിയാക്കാതിരുന്നതിന്റെ പരിചയക്കുറവും മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നുമുണ്ട്. ഇടത് അനുകൂലികൾ കസേരയിലുള്ളതിനാൽ സർക്കാരിന് വലിയ തിരിച്ചടികളാണ് നേരിടുന്നത്. ഇതിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അമർഷവും ശക്തമാണ്. പ്രോസിക്യൂട്ടർമാർ പലരും ഇടതുപക്ഷത്തിലുള്ളവരാണ്. ED ആക്രമണ കേസിൽ ഇതിൽ സർക്കാരിന് തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡിൽ അറസ്റ്റിലായ CPMകാർ ജയിലിൽ കഴിയുമ്പോൾ ഇതിൽ ഒരു പ്രതിക്ക് മാത്രം ജാമ്യം ലഭിച്ചു. ഇടത് സർക്കാർ നിയമിച്ച ഗീനാകുമാരി പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്ന് മാത്രമല്ല അനുകൂലിക്കുകയും ചെയ്തു. ഇതോടെ ഈ കേസിൽ ഒരു CPMകാരന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ഗീനാകുമാരി തിരുവനന്തപുരം ജില്ലാ കോടതിയെ അറിയിച്ചത്. കേസിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നാണ് ഇവർ കോടതിയെ അറിയിച്ചത്. ജാമ്യത്തിന് അനുകൂലമായ സമീപനം കൈക്കൊള്ളുകയും ചെയ്തു. ജാമ്യം ലഭിച്ച ശേഷമാണ് സർക്കാർ തന്നെ വിവരമറിയുന്നത്. ഇതോടെ ഗീനാകുമാരിയെ മാറ്റി പകരം അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്ക് പകരം ചുമതല നൽകിയിരിക്കുകയാണ്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ സമർപ്പിക്കുന്ന അപ്പീലിൽ സ്വന്തം പ്രോസിക്യൂട്ടറെ തന്നെ എതിർകക്ഷിയാക്കേണ്ട വിചിത്രമായ സാഹചര്യവും ഈ കേസിൽ വന്നിട്ടുണ്ട്. പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് മുതൽ പല വകുപ്പുകളിലും ഇടതു സർക്കാർ നിയോഗിച്ചവർ തന്നെയാണ്. CPM അനുകൂല നിലപാടുള്ളവരെന്ന് ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി UDF സംഘടനകൾ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല വകുപ്പുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. വകുപ്പുകളിൽ അഴിച്ചുപണി പൂർത്തിയാക്കാൻ കഴിയുന്നുമില്ല. സർക്കാർ വിളിച്ചു ചേർക്കേണ്ട യോഗം ഗവർണർ വിളിച്ചു ചേർത്തത് വിവാദമായത് ഈയിടെയാണ്. യോഗ ദിനവുമായി ബന്ധപ്പെട്ട യോഗമാണ് ഗവർണർ വിളിച്ചത്. ഇതോടെ ഗവർണർക്ക് കത്തെഴുതി സർക്കാരിന് പ്രതിഷേധിക്കേണ്ടിയും വന്നു. സർക്കാർ നൽകിയ VC പാനലിൽ നിന്നും ഉള്ളവരെ ഒഴിവാക്കി കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി BJP സംഘടനാ നേതാവിനെ ഗവർണർ നിയമിച്ചതും കഴിഞ്ഞ ദിവസമാണ്. അധ്യാപക പരിഷത്ത് നേതാവ് ഡോക്ടർ സജിത റാണിയാണ് പുതിയ വൈസ് ചാൻസലർ ആയി ഗവർണർ നിയമിച്ചത്. താൽക്കാലിക നിയമനമാണെന്ന് ലോക്ഭവൻ പറയുന്നുണ്ടെങ്കിലും ഗവർണർ മുഖ്യമന്ത്രി ബന്ധത്തിലാണ് അസ്വാരസ്യം ഉടലെടുക്കുന്നത്. വിവാദങ്ങളിൽ ആടി കുളിച്ചാണ് സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കും. ഇന്ധനവില ഉയരുമ്പോൾ സംസ്ഥാനം അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭരണത്തിൽ വന്നപ്പോൾ ഇതിന് മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് വിവാദവുമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് നീക്കവും വൻ വിവാദത്തിലാണ് കലാശിച്ചത്. ഇതോടെ മദ്യനയം UDFന് വിട്ട് തലയൂരിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇതെല്ലാം ഭരണത്തെ തന്നെയാണ് ബാധിക്കുന്നത്.